കാണും. ഞാൻ വിടില്ല. ആരെങ്കിലും കാണുന്നു. കാണട്ടെ. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ആ നാരദരെയും കാതറിനെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം. അതെന്താ? ശല്യങ്ങളാന്ന്. സ്വർഗത്തിലെ കട്ടറമ്പിനെ പോലെ എപ്പോഴും കയറി വരും. അതൊന്നും സാരമില്ല. നന്ദി കേട്ട റാസ്കൽ, കടത്തിനെ കഴിയേണ്ട നിന്നെ പിടിച്ച് വീട്ടിൽ കയറ്റി ഇതിലായിരുന്നല്ലടാ. നക്സൽ നാരായണന്റെ മകള് ഇങ്ങനെ ഒരു വേശ്യാവെന്ന് ഒരിക്കലും കരുതിയില്ലടി. അവളെ കൊല്ലല്ലേ. എന്താ 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 എന്തുണ്ടായി? ഒന്നുമില്ല. പിന്നെന്തിനാ വിളിച്ചത്? ഒന്നുമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് അലകളില്ലാത്ത കടൽ പോലെ ശാന്തമായിരിക്കണം. കിടന്നോളൂ. എടാ ലംബോദരാ, എടാ ലംബോദരാ, എടാ മുടിഞ്ഞവനെ, എന്തോ നീ എവിടെ പോയി കിടക്കാറുന്നടാ? അങ്ങേരല്ലേ കാളയിൽ പഠിക്കുന്ന പെങ്കൊച്ചിന് ഒരു ഭയങ്കര വയറ്റുവേദന. നീ ആരാടാ? ഡാക്കിട്ടറ. വയറ്റുവേദനയ്ക്ക് ഒരു ആക്ഷൻ 500 മേടിച്ചു കൊടുക്കാൻ പോയതാ. എടാ 3.5 ഇഞ്ചിനെ അയൽക്കാരെ നന്നാക്കാനാണോടാ ഞാൻ സകല ചെലവും തന്ന് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഒരാൾ എപ്പോഴും പറയുന്നതോ. എടാ അത് വേദവാക്യമാ. വേദപുസ്തകത്തിലെ വചനങ്ങള് വായിച്ചു പഠിക്കാനുള്ളതാ, ചെയ്ത് കാണിക്കാനുള്ളതല്ല. നീ വിത്തട്, പാടത്തോട്ട് പോ. അയ്യോ, പാടത്തേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ഭയങ്കര സമരമാ. എന്ത് സമരം? കർഷകത്തിലുള്ള സമരം. ആരും പാടത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്നാലാവുന്നു കാണണമല്ലോ. എന്റെ പാടത്ത് ഞാൻ ഇറങ്ങി വിത്തിടും. ആരാ തടയുന്നു കാണട്ടെ. വിത്തട്. എന്റെ തലയിൽ വെക്കുന്നോ? നിന്റെ അല്ലേ വിടാ വയ്ക്കോ. അവന്റെ സമരം, എന്റെ സമരം ഞാനൊന്ന് കാണിച്ചു തരാം. എന്തോന്നാ ഇത്ര ഗഹനമായ ഒരു ആലോചന? ഏയ് ഒന്നുമില്ല. അത് കള്ളം. ഞാൻ കള്ളം പറയാറില്ല കൗസല്യേ. അത്യാവശ്യത്തിന് അല്പം കള്ളം പറയാമെന്ന് അന്നൊരിക്കൽ പറഞ്ഞില്ലേ? സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയേൽ. ഒരു പിടിയും കിട്ടിയില്ല. സത്യം ബ്രൂയാത് സത്യമേ പറയാവൂ. പ്രിയം ബ്രൂയാത് പ്രിയങ്കരമായ സത്യമേ പറയാവൂ. ന ബ്രൂയാത് സത്യം അപ്രിയേൽ അപ്രിയകരമായ സത്യം ഒരിക്കലും പറയരുത്. അപ്പോ കള്ളം പറയാം അല്ലേ? ആട്ടെ, കൗസല്യക്ക് എന്താ സംശയം? സ്വപ്നം ഫലിക്കൂ? സ്വപ്നം ചിലർക്കു ചില കാലമൊത്തിടാം എന്നാണ് പ്രമാണം. എന്താ സ്വപ്നം? ആരാ കണ്ടത്? നിയന്ത്രണം വിട്ട മനസ്സ് കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെ പോലെയാണ് കുട്ടി. അങ്ങേ പരിചയപ്പെട്ടത് മുതൽ നാരദൻ നിത്യബ്രഹ്മചാരിയാണ്. അങ്ങ് എപ്പോഴും വിളിക്കുന്ന നാരായണന് 16,008 ഭാര്യമാരില്ലേ? നാരായണ നാരായണ. കൗസല്യേ, നാദോപാസകനാണ് നാരായണൻ. 16,008 ഭാര്യമാരല്ല, രാഗങ്ങളാണ്. എന്റെ എല്ലാ സ്വസ്ഥതകളും നശിച്ചതുപോലെ തോന്നുന്നു. കൗസല്യേ, ഞാൻ സന്യാസിയാണ്. ഞാനും സന്യാസം സ്വീകരിക്കാൻ തയ്യാറാണ്. മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല കുട്ടി. കർമ്മം ത്യജിക്കലല്ല സന്യാസം. എനിക്ക് മാപ്പ് തരൂ. കൗസല്യ കരയാണോ? എനിക്ക് അതിനല്ലേ കഴിയൂ. ആറുണ്ട്, അദ്ദേഹം അകത്തായിരിക്കും. നമസ്കാരം. നമസ്കാരം. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല. ഏതായാലും അങ്ങോട്ട് വരാഞ്ഞത് നന്നായി. സാറിന്റെ ഫാക്ടറിയിലെ സമരക്കാരെല്ലാം ആ കൗസല്യയുടെ വീട്ടിലാണ് ഗൂഢാലോചന നടത്തുന്നത്. അവരെങ്ങാനും കണ്ടാൽ. ഇരിക്കും. അവരെ അധികകാലം ഗൂഢാലോചന നടത്തില്ല. ഞങ്ങളെ അന്വേഷിച്ചു വരുന്നവരെയെല്ലാം ആ കാതറും നാരദനും നമ്പൂരിയും ചേർന്ന് വിരട്ടി ഓടിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോ ആരും ഒന്നിനും വിളിക്കുന്നില്ല. അവരെ ഒതുക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. ഇന്ന് റെസ്റ്റ് ഹൗസിൽ മന്ത്രി വരുന്നുണ്ട്. അയാളെ നമുക്ക് കയ്യിലെടുക്കണം. അമ്മയും കൂടെ വരട്ടെ? വേണ്ട, അയാൾ കള്ളു കുടിക്കില്ല, കൈക്കൂലി വാങ്ങില്ല. ഇത്രേ ഉള്ളോ? ബാക്കി ഞാൻ ഏറ്റു.
സമയം മാത്രം പറഞ്ഞാ മതി. അത് ഞാൻ അറിയിക്കാം. പക്ഷേ നീ റെസ്റ്റ് ഹൗസിൽ എത്തണം. പോയിക്കോളൂ. എന്നാ നിങ്ങൾ ഇറങ്ങട്ടെ. ഞാനുണ്ടാവില്ല. ഓ അയാൾ ഉറങ്ങുകയാണ്. അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോ. ഇവരൊരു കഥാപ്രസംഗക്കാരാ. ആ ഇവര് വന്ന വാനും ഒരു ഭരണകക്ഷി MLA ടൂറിസ്റ്റുകാരും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒതുങ്ങുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഞങ്ങൾ കൈയോടെ കൂട്ടിക്കൊണ്ട് പോന്നു. എന്നിട്ട് MLA ഡ്രൈവർ എവിടെ? അവനെ പിടിച്ചിട്ട് എന്റെ തൊപ്പി പോകുന്ന കാണാല്ലേ. ആ MLA ഞങ്ങളെ പരിപാടി മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ട് ചിടിപ്പിച്ചതാണ്. ഇങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് താടാ, ചെരുപ്പ് ഇവിടെ പോടാ. ആട്ടെ, ഇതിലാരാ ഭാഗവതര്? ഇവൻ നമ്മുടെ പഴയ ബലാസംഘം. ഇവനാ പഴയ വിഗ്രഹം. നിനക്ക് പക്കാല പാടാൻ അറിയാമോ? ആ അതെ, പാടാ. സുക്കാല രായണീ സുക്കാല രായണീ സുക്കാല. പക്കാല പാടാൻ പറഞ്ഞിട്ട് ചുക്കാല പാടുന്നു റാസ്കൽ. എന്താടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് സംഗീത വാസന ഇല്ലെന്ന് വിചാരിച്ചു? എടാ, സംഗീത നാടക അക്കാദമിന്ന് പഠിച്ച് 10 വർഷം പാസ്സായതിനു ശേഷമാണടാ ഈ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചത്. പറ്റിക്ക നോക്കുന്നോട സരിഗമ പദലിസ സാരിജ പമകരിസ പറ്റിക്ക നോക്കുന്നോട ഞങ്ങള് നീ പറ്റിക്ക നോക്കുന്നോട. ഇത് അനുപല്ലവിയല്ലേ? ത്യാഗരാജ കൃതിയാണ്. ത്യാഗരാജനോ? ത്യാഗരാജൻ സിനിമ സ്റ്റണ്ടൊക്കെ നടത്തിയിട്ട് എന്നാ പാട്ടെഴുതാൻ തുടങ്ങി? ആട്ടെ, ഇത് ഏത് സിനിമയിലെ പാട്ടാ? ഇത് ഹരിദാസിനകത്ത് DR രാജകുമാരി അമിതാഭ് ബച്ചൻ കെട്ടിപ്പിടിച്ച് പാടുന്ന പാട്ടാ. എല്ലാവരും പോയി. എല്ലാവരും പോ. ശരി. ഇനി മേലാൽ വണ്ടി ആരുടെയും മേലെ മുട്ടിക്കരുത്. പിടിച്ചു പോ. സ്ത്രീനെ സൂക്ഷിക്കണേ. പോ. ഹലോ, യെസ്, മേനോൻ ഹിയർ. ഖാദറെ കൊന്നു? എവിടെ വെച്ച്? തലയില്ലാത്ത മൃതദേഹം കടൽ തള്ളിയെന്നോ? വേണ്ടായിരുന്നു. സാറേ, എല്ലാം കുഴഞ്ഞു. എല്ലാ പാർട്ടിക്കാരും ഇളകിയിരിക്കുക. എന്താണോ? സകല കടകളും അടച്ച് കറുത്ത കൊടിയും തൂക്കിക്കഴിഞ്ഞു. ഖാദറിന്റെ ഖാദന്മാരെ കണ്ടുപിടിക്കുന്നത് വരെ ഹർത്താലാണെന്നാ അവന്മാര് പറഞ്ഞത്. ഒരു ചായ പോലും കിട്ടില്ലല്ലോ, കുഴങ്ങിയല്ലോ. അല്ല, അത് പിന്നെ ജനം അടങ്ങിയിരിക്കൂ. അല്ല, ഖാദറിനെ കൊന്നത് ആരാണെന്ന് വല്ലവരും പറഞ്ഞോ? സാറേ, ഖാദറിനെ കൊന്നത് ഞാനാണെന്ന് ആരെങ്കിലും വന്ന് പറയോ? അത് നേരാ. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കിത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ സാധ്യമല്ല. ഏതായാലും സാധാരണക്കാലം പോണം. 2 ദിവസത്തിനകം പ്രതിയെ ഞങ്ങൾ പിടിക്കും. ബൈ ദ ബൈ, എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഞാൻ പറയുകയാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം കൊണ്ട് ഇത്തരം കേസുകൾക്ക് തുമ്മുണ്ടാക്കാൻ കഴിയും സാർ. നാരദൻ താമസിച്ചിരുന്ന വീട്ടിലെ കൗസല്യയും കൊല്ലപ്പെട്ട ഖാദറും തമ്മിൽ എന്തോ ബന്ധമുണ്ടായിരുന്നെന്നും അത് നാരദൻ കണ്ടെന്നും ഏറ്റുമുട്ടലുണ്ടായെന്നും ഒക്കെയാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങളോട് അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞത് പറഞ്ഞു. ഇനി നിങ്ങളുടെ കഴിവ്. ഞങ്ങളിതിൽ ഞങ്ങളുടെ കഴിവ് കാണിക്കും. കുട്ടമ്പളെ, നാരദൻ എന്ന പേരിൽ ഒരുത്തൻ ഈ സ്റ്റേഷൻ അതിർത്തിയിൽ എവിടെയോ താവളമടിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അവനെപ്പറ്റി 4-5 പരാതികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് സാർ. അവനും അവന്റെ കൂട്ടുകാരനും കൗസല്യ എന്ന പേരിൽ ഒരുത്തിയുടെ കൂടെയാണ് സാർ താമസം. കൊല്ലപ്പെട്ട ഖാദറും അവിടെ ചെല്ലാറുണ്ടെന്ന് അറിഞ്ഞത്. ഈ കൗസല്യ ആള് വളരെ പെശകാണ് സാർ. അവർക്ക് വേണ്ടി നാരദനും മറ്റവനും ചേർന്ന് ഖാദർ തട്ടിയതായിരിക്കും. കേറി നോക്കടോ. ഇതിനകത്ത് നോക്കിയില്ലല്ലോ. മറ്റേ അകത്താരോ തൂങ്ങി നിൽക്കുന്നു. നീ ഇങ്ങോട്ട് മറിയ. ഒന്നല്ല 2 പേര്. അവളായിരിക്കും. അവനും കാണും. ഒറ്റക്കമ്പിയിൽ ഇരട്ട തൂക്കം. അകത്ത് കേറി നോക്കടോ. തുറന്നു നോക്ക്. എന്തോ ഒരു സ്മെല്ലിങ്ങും. തട്ടി തുറക്കടോ. ആദ്യ തള്ളാൻ പറ്റും.
അയ്യോ ഒടിഞ്ഞേ. അയ്യോ എന്റെ കൈ പോയേ. അയ്യോ അയ്യോ എന്റെ തൊപ്പി. എന്റെ തൊപ്പി എവിടെയാണ്? അയ്യോ എവിടെ വടി തൊപ്പി എവിടെയാണ്? ആരാ ചുമ്മാരിടും. ഇവിടെ വെച്ചെന്തൊരു പിടിവലി നടന്നിട്ടുണ്ട്. ഇന്ന് ഷൂട്ടിംഗ് ക്യാൻസൽ, എല്ലാരും പോങ്ക. അതിന് ഈ മാസത്തിൽ ഷൂട്ടിംഗ് നടന്നില്ലല്ലോ. എന്ത് ചെയ്യാൻ, പടം കുറഞ്ഞു പോയി. ഒരു പടത്തിന് 50,000 60,000 ഒക്കെ ചോദിച്ചാൽ ആര് വിളിക്കാൻ? അതൊക്കെ ചോദിക്കാൻ നീ ആരടാ? മര്യാദക്കും അറിയാം. എന്ത് പറഞ്ഞടാ? മേലിൽ ഈ പടി കയറിപ്പോരുത്. ഇതുവരെ ചെയ്തതിന്റെ കൂലിങ് നീ കേസ് കൊടുക്ക്. തൊഴിലില്ലാതെ തെണ്ടി നടന്നപ്പോ വിളിച്ചു കയറ്റിയുള്ള നന്ദി. നീ അപ്പൊക്കെ ചോറ് നടത്തിയ കാലം മുതലുള്ള കഥ എനിക്കറിയാം. ഇറങ്ങണ പുറത്ത്. ഞാനിപ്പോ പോകുന്നു. പോടാ. എന്താടോ വല്ല പിടിയും കിട്ടിയോ? സാറേ പോലീസ് വന്നിട്ടുണ്ട്. ഇത്രയും പോലീസുകാരെ കൊണ്ട് തെളിയിപ്പിക്കാൻ പറ്റാത്തത് പോലീസിനായി വന്നിട്ട് എന്ത് കാര്യം? എടോ നമുക്കൊക്കെ പട്ടിയുടെ വില പോലും ഇല്ലെന്ന് അർത്ഥം. അത് സാറേ ഞാനും നിന്റെ ആട്ടെ, പട്ടി വന്നിട്ട് എന്തായി? പട്ടി ജീപ്പിൽ നിന്ന് എടുത്ത ഒരൊറ്റ ചാട്ടം, എന്നിട്ട് മതിലിന്റെ പുറത്തുകൂടി ചാടി പറമ്പിലേക്ക് ഒരു ഒറ്റ ഓട്ടം. അവിടെ മൊത്തം അങ്ങനെ മണപ്പിച്ച് നടന്നു. എന്നിട്ട് ജനലിൽ കൂടി നാരദന്റെ വീട്ടിലേക്ക് ഒരൊറ്റ ചാട്ടമല്ലേ. അവിടെ മൊത്തം ഇങ്ങനെ മണപ്പിച്ച് നടന്നിട്ട് നേരെ ഒരൊറ്റ ഓട്ടം എങ്ങോട്ട്? കിണറ്റിൻ കരയിലേക്ക്. എന്നിട്ട് അവിടെ അങ്ങനെ മണപ്പിച്ച് നടക്കുമ്പോഴുണ്ട് അതാ വരുന്നു ഒരു പെൺപട്ടി. എന്നിട്ടെന്താ, അവൻ അതിന്റെ പിറവെ അങ്ങ് പോയി. വർഗ ഗുണം. പോലീസായാലും പട്ടി തന്നെ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്റെ പൊന്ന് സാറേ, ഭയങ്കര ആൾക്കൂട്ടം, ഭയങ്കര നാറ്റം. ആദ്യം പറയാതെ കാര്യം എന്താണെന്ന് പറ. എന്റെ പൊന്നകത്തെ തലയില്ലാത്തൊരു മൃതദേഹം ദേ ആ കായലോരത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നു. ആണോ പെണ്ണോ? ഇവനാരടാ തലയില്ലാതെ അങ്ങനെ ആണോ പെണ്ണോ തിരിച്ചറിയുന്നേ? നമ്മുടെ ആ കാതല് തന്നെയാണോ? അകത്തെ അവന്റെ സ്വന്തം തണ്ട കണ്ടാ പോലും തിരിച്ചറിയത്തില്ല. സാറേ കണ്ടവരൊക്കെ പറയുന്ന ആ കാതർ തന്നെയാന്നാ. എന്നിട്ട് താൻ അതും കണ്ടുകൊണ്ട് ഇങ്ങ് പോരുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കളിയെടുത്ത ആ ശവത്തിന് ഫിറ്റ് ചെയ്ത് കൊടുക്കേ. ഇടോ തനിക്ക് ബുദ്ധി ഉണ്ടോടോ? വല്ല കമ്പോ തടിയോ വെച്ച് അതങ്ങ് തള്ളി വിട്ടിരുന്നെങ്കിൽ അതൊഴികെ അടുത്ത സ്റ്റേഷൻ അതിർത്തി ചെന്ന് പെടും. നമ്മുടെ ശല്യവും തീരും. അവന്മാരുടെ പെടലിക്ക് ഇരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതാ തല, ഇതാ ശവത്തിന്റെ തലയല്ല. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞെത്തും. നമ്മളെല്ലാം കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. എന്തൊരു നാറ്റം, മൂക്കിന്റെ ഫ്രിഡ്ജ് പൊട്ടിപ്പോയി. ഇടോ നാറ്റം എങ്ങനെയും സഹിക്കാൻ, കൈനഷ്ടം ആര് വഹിക്കും? കൈനഷ്ടം. ശവം വലിച്ചു കയറ്റാൻ കയറ് വേണോ? വേണം. അതിന് പണം വേണ്ടേ? വേണം. ശവം കിടത്താൻ പരമ്പ് വേണോ? വേണം. അതിന് പണം വേണ്ടേ? വേണം. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ കൈവണ്ടി വേണ്ടേ? അത് വലിക്കാൻ ആള് വേണ്ടേ? വേണം. ഈ വക നഷ്ടമല്ല ആര് വഹിക്കും? അതിന് സ്റ്റേഷന് ഫണ്ടില്ലേ സാറേ? ഫണ്ടുണ്ട്, പണ്ടുള്ളത് 12 രൂപ 8 അണ. മൗണ്ട് ബാറ്റന്റെ ചെറുപ്പകാലത്ത് എഴുതി വെച്ചത്.